ദനഹാം 5-ാം വ്യാഴം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. കർത്താവിൻ്റെ ദാസൻ. ഏശയ്യ 42-ാം അധ്യായം 1 മുതൽ 4 കർത്താവിൻ്റെ ദാസൻ എന്ന തലക്കെട്ടിൽ എഴുതപ്പെട്ട വചനമാണ് ഇവിടെ ആവർത്തിക്കപ്പെടുന്നത്. ഏശയ്യ 52-ാം അധ്യായം 13-ഉം 53-ാം അധ്യായം 3-ലും കർത്താവിൻ്റെ ദാസന്റെ രൂപം മനുഷ്യനെന്ന് തോന്നാത്തവണ്ണമുള്ള ദയനീയാവസ്ഥയിലാണ്. അവൻ ചെയ്ത നന്മ പ്രവൃത്തികളാണ് ഈ ദുരാവസ്ഥയ്ക്ക് കാരണമായത്. ഇത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവിക പദ്ധതിയായിരുന്നു. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സമയത്തിനു മുമ്പേ വധഭീഷണി ഉയർന്നപ്പോൾ യേശു അവിടെ നിന്ന് പിൻവാങ്ങി. ഇത് ഒരു ഒളിച്ചോട്ടമല്ല, വിവേകപൂർണമായ ഒരു പിൻവാങ്ങലാണ്. ചെല്ലുന്നിടങ്ങളിലൊക്കെ സുവിശേഷം പ്രസംഗിക്കപ്പെടുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്. പീഡനങ്ങളുടെയും പലായനവും നാശത്തിൻ്റെ മുൾമുനയായിരുന്നിട്ടും തന്നെ സമീപിച്ചവർക്കെല്ലാം അവൻ സൗഖ്യം നൽകി. തിരസ്കരിക്കപ്പെട്ട ദുർബലരായ ചതഞ്ഞ ഞാങ്ങണ പോലുള്ള മനുഷ്യരെ അവൻ നേരെ നിർത്തും. പുകഞ്ഞ തിരി പരിശുദ്ധാത്മാവുന്ന അഗ്നിയിൽ ആളിക്കത്തും. ജാതിമത ഭേദമന്യേ സകല ജനതകൾക്കും അവൻ പ്രത്യാശയായിരിക്കും.